ഹലോ കൂട്ടുകാരെ, രമ്യാസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളപ്പയർ പുളിയാണ്. വൻപയർ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. നമുക്ക് വെള്ളപ്പയറെല്ലാം നന്നായി വറുത്തെടുത്ത് അത് നന്നായി കഴുകി അരിച്ച് വൃത്തിയാക്കി ഒരു കുക്കറിലോട്ട് ഇട്ട് നമുക്ക് അതിലോട്ട് അര തക്കാളി മുറിച്ചിടുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നമുക്ക് ഒരു 6-7 വിസിൽ കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് ശരിയാക്കാം. അരപ്പിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്വല്പം തേങ്ങയും 2 വെളുത്തുള്ളി, 2 ചെറിയുള്ളി, ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം എന്നിവ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലെ പയറെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സ്വല്പം പുളിയെല്ലാം പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം അതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഇത് കടുക് വറുക്കുന്നതിനായിട്ട് ഒരു ചീനിച്ചട്ടി ഗ്യാസിലോട്ട് വെച്ച് അതിലോട്ട് സ്വല്പം കടുകിട്ട് അതിലോട്ട് ഒരു 3-4 വെളുത്തുള്ളി ചതച്ചിടണം. ഒപ്പം തന്നെ കറിവേപ്പിലയും ഇടണം. വെളുത്തുള്ളി തീർച്ചയായിട്ടും ഇടേണ്ടതാണ്. കാരണം വെളുത്തുള്ളിയുടെ മണമാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കറി റെഡി.